Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വന്നത് ട്രൈ ക്യാച്ച് ആൻഡ് ഫൈനലിയുടെ പോസിബിൾ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ തീർച്ചയായും ഇതിന്റെ പോസിബിൾ കോമ്പിനേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിനകത്ത് ട്രൈ ബ്ലോക്ക് ക്യാച്ച് ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ കാണാം, ലിങ്ക് ഐ ബട്ടണിലുണ്ട്. അത് കൂടാതെ ഫൈനലി ബ്ലോക്ക് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ള ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി ട്രൈ ക്യാച്ച് ആൻഡ് ഫൈനലിയുടെ പോസിബിൾ കോമ്പിനേഷൻ എങ്ങനെയൊക്കെ ഇത് എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് ട്രൈ മാത്രമായിട്ട് എഴുതാൻ പറ്റുമോ? അതായത് ക്യാച്ച് ഓഫ് ഫൈനലി ഒന്നും ഇല്ലാതെ ട്രൈ മാത്രമായിട്ട് എഴുതാൻ പറ്റുമോ? അങ്ങനെ കൊടുത്തപ്പോ തന്നെ ഇവിടെ ഒരു എറർ വന്നു. ഇവിടെ മൗസ് ഓവർ ചെയ്യുകയാണെങ്കിൽ ഇൻസേർട്ട് ഫൈനലി ടു കംപ്ലീറ്റ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഒന്നുകിൽ ട്രൈയുടെ കൂടെ നമ്മൾ ഫൈനലി കൊടുക്കണം, അല്ലെങ്കിൽ ക്യാച്ച് കൊടുക്കണം. ട്രൈ മാത്രമായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഫസ്റ്റ് കേസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്യാച്ച് മാത്രമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ എന്ന്. അപ്പൊ ക്യാച്ചിനകത്ത് എക്സെപ്ഷന്റെ ഒരു ഒബ്ജക്റ്റ് കൊടുത്തു നോക്കാം. ക്യാച്ച് മാത്രമായിട്ടും പറ്റില്ല, അവിടെ എറർ വരുന്നുണ്ട്. അപ്പോ ട്രൈ പറ്റില്ല ഒറ്റയ്ക്ക്, ക്യാച്ചിനും ഒറ്റയ്ക്ക് പറ്റില്ല. ഇനി നെക്സ്റ്റ് ഫൈനലി മാത്രമായിട്ട് എഴുതാൻ പറ്റുമോന്ന്. ഫൈനലി മാത്രമായിട്ടും എഴുതാൻ പറ്റില്ല, എററാണ്. ഫൈനലി സിന്റാക്സ് എറർ. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കേസ് മനസ്സിലായല്ലോ. ട്രൈ ഒറ്റയ്ക്കും ക്യാച്ച് ഒറ്റയ്ക്കും ഫൈനലി ഒറ്റയ്ക്കും പറ്റില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് ട്രൈയും ക്യാച്ചും കൂടെ പറ്റുമോന്ന് അത് നമുക്ക് നോക്കാം. ട്രൈ കൊടുത്തു, ഇനിയിപ്പോ ക്യാച്ച് കൊടുത്തു. ക്യാച്ചിനകത്ത് എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു എക്സെപ്ഷന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ഇവിടെ ഇപ്പൊ എറർ ഒന്നുമില്ല. അപ്പൊ എന്താണ്, ട്രൈയും ക്യാച്ചും കൂടെ പറ്റും. ഈ ഒരു കോമ്പിനേഷൻ പോസിബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രൈയുടെ കൂടെ മൾട്ടിപ്പിൾ ക്യാച്ച് ബ്ലോക്ക് പറ്റുമെന്ന്. ഇപ്പൊ ഇവിടെ ഒരു ക്യാച്ച് ബ്ലോക്ക് കൊടുത്തു, ഇനി നമുക്ക് ഒരു ക്യാച്ച് ബ്ലോക്ക് കൂടെ കൊടുത്തു നോക്കാം. അപ്പൊ രണ്ടിടത്ത് ഒരേ എക്സെപ്ഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഞാൻ വേറെ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ കൊടുക്കാണ്, നൾ പോയിന്റർ എക്സെപ്ഷൻ കൊടുക്കാണ്. അവിടെ എപ്പോഴും ഒരു എറർ വരുന്നുണ്ട്, ഈ ക്ലോസ് റിമൂവ് ചെയ്യാൻ. അപ്പൊ എന്താ ഇതിന്റെ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈയുടെ കൂടെ മൾട്ടിപ്പിൾ ക്യാച്ച് ബ്ലോക്ക് പറ്റും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം കിടക്കുന്ന ക്യാച്ച് ബ്ലോക്കിനകത്ത് പാരന്റ് ക്ലാസ് എക്സെപ്ഷൻ വരാൻ പാടില്ല. അതായത് ഈ എക്സെപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ എക്സെപ്ഷന്റെയും പാരന്റ് ക്ലാസ് ആണ്. മനസ്സിലായോ? ഇപ്പൊ നൾ പോയിന്റർ എക്സെപ്ഷൻ, അരിത്തമാറ്റിക് എക്സെപ്ഷൻ, ഇതിന്റെ എല്ലാം കൂടെ പാരന്റ് ക്ലാസ് ആണ് ഈ എക്സെപ്ഷൻ. അതൊരിക്കലും ഫസ്റ്റ് വരാൻ പറ്റില്ല. അപ്പോ ചൈൽഡ് ക്ലാസ് എക്സെപ്ഷൻ ആദ്യവും പാരന്റ് ക്ലാസ് എക്സെപ്ഷൻ രണ്ടാമതേ വരാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഈ ക്യാച്ച് ബ്ലോക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ കൊടുത്തു നോക്കാം. അപ്പൊ എറർ മാറിയത് കണ്ടോ? മനസ്സിലായോ? അപ്പൊ ട്രൈയുടെ കൂടെ മൾട്ടിപ്പിൾ ക്യാച്ച് ബ്ലോക്ക് പോസിബിൾ ആണ്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ എക്സെപ്ഷൻ എന്ന് പറയുന്നത് എക്സെപ്ഷൻസിന്റെ പാരന്റ് ക്ലാസ് ആണ്. അത് താഴെ വരാൻ പാടുള്ളൂ, മുകളിൽ എപ്പോഴും ചൈൽഡ് ക്ലാസ് എക്സെപ്ഷനെ വരാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോ ഈ കേസ് പോസിബിൾ ആണ്. ഇനി നെക്സ്റ്റ് വേറെ, ഇവിടെ ഇപ്പൊ നമ്മൾ ഈ എക്സെപ്ഷൻ കൊടുക്കാതെ വേറെ ഏതെങ്കിലും എക്സെപ്ഷൻ കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ മുകളിൽ ഞാൻ നൾ പോയിന്റർ അല്ലേ കൊടുത്തത്, ഇവിടെ ഞാൻ കൊടുക്കുകയാണ് അരിത്തമാറ്റിക് എക്സെപ്ഷൻ. ഇങ്ങനെ പറ്റുമെന്ന്. ഇത് തീർച്ചയായും പറ്റും. ഇങ്ങനെ ഏത് എക്സെപ്ഷൻ നമുക്ക് കൊടുത്താലും പറ്റും. അപ്പൊ എക്സെപ്ഷന് മാത്രമാണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ ശ്രദ്ധിക്കുക, അത് താഴെ എഴുതാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ കൂടെ മൾട്ടിപ്പിൾ ഏത് എക്സെപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇനി രണ്ട് സെയിം എക്സെപ്ഷൻ കൊടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പൊ ഇവിടെ ഞാൻ നൾ പോയിന്റർ എക്സെപ്ഷൻ കൊടുത്തു. ഇനി ഇവിടെയും വേറൊരു കേസ് വീണ്ടും വന്നപ്പോ എനിക്ക് നൾ പോയിന്റർ എക്സെപ്ഷൻ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ കേസ് പോസിബിൾ അല്ല. മനസ്സിലായോ? അപ്പൊ ട്രൈയുടെ കൂടെയുള്ള പോസിബിൾ ക്യാച്ച് കോമ്പിനേഷൻ മനസ്സിലായല്ലോ. ഒരു ട്രൈ ബ്ലോക്കിന്റെ കൂടെ എത്ര ക്യാച്ച് ബ്ലോക്ക് വേണമെങ്കിലും പറ്റും. അതിനകത്ത് സെയിം എക്സെപ്ഷൻ വരാൻ പാടില്ല, ഒരു കേസ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണ്, പാരന്റ് ക്ലാസ് എക്സെപ്ഷൻ താഴെ വരാൻ പാടുള്ളൂ, മുകളിലത്തെ ബ്ലോക്ക് വരാൻ പാടില്ല. ഓക്കെ, പിന്നെ ആ രണ്ട് കേസാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പിന്നെ വേറെ ഏത് ടൈപ്പ് എക്സെപ്ഷൻ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ. ഇപ്പൊ ഇവിടെ വേറെ ഏതെങ്കിലും എക്സെപ്ഷൻ നമുക്ക് കൊടുക്കാം. ഇങ്ങനെയാണെങ്കിലും ഇത് പോസിബിൾ ആണ്. മനസ്സിലായല്ലോ? നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാം. ഈ ഒരു ക്യാച്ച് ബ്ലോക്ക് ഞാൻ കളയാണ്. ഇനി നെക്സ്റ്റ് കേസ്, ഒരു ട്രൈക്കകത്ത് വീണ്ടും ട്രൈ ക്യാച്ച് ബ്ലോക്ക് പറ്റുമെന്ന്. ഒരു ട്രൈ ബ്ലോക്കിനകത്ത് വീണ്ടും ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് പറ്റുമെന്ന്, അതായത് നെസ്റ്റഡ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് കൊടുത്തു നോക്കാം. ട്രൈ ക്യാച്ച്, ഇവിടെ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ കൊടുക്കാം. നൾ പോയിന്റർ എക്സെപ്ഷൻ ഈ കൊടുത്തു. അപ്പൊ പോസിബിൾ ആണ്, എറർ ഒന്നുമില്ല. ഒരു ട്രൈക്കകത്ത് വീണ്ടും ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇനി വീണ്ടും ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് പറ്റുമോ എന്ന് നോക്കാം. വീണ്ടും കോപ്പി പേസ്റ്റ് കൊടുത്തിട്ട് ഇവിടെ കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോ രണ്ട് നൾ പോയിന്റർ എക്സെപ്ഷൻ പറ്റില്ല, ഇവിടെ വേറെ എന്തെങ്കിലും കൊടുക്കണം.
നമുക്ക് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് കൊടുക്കാം. ഇതാ ഇപ്പോ എറർ മാറിയിട്ടുണ്ട്. അപ്പോ ഒരു ട്രൈക്കകത്ത് എത്ര ട്രൈ ക്യാച്ച് ബ്ലോക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതായത് നെസ്റ്റഡ് ട്രൈ ക്യാച്ച് ലൂപ്പ് പറ്റും, നെസ്റ്റഡ് ട്രൈ ക്യാച്ച് ബ്ലോക്ക് പറ്റും. ഇത് നമുക്ക് കളയാം. ഇനി നെക്സ്റ്റ് ക്യാച്ചിനകത്ത് ട്രൈ ക്യാച്ച് ബ്ലോക്ക് പറ്റുമോ നമുക്ക് നോക്കാം. ഈ ട്രൈ ക്യാച്ച് തന്നെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ക്യാച്ചിനകത്ത് കൊടുക്കാം. ഇതാ ഇവിടെ അപ്പോ ഒരു നൾ പോയിന്റർ എക്സെപ്ഷൻ, ഇവിടെ വീണ്ടും നൾ പോയിന്റർ കൊടുത്തോണ്ടാണ് എറർ വരുന്നത്. ഇവിടെ വേറെ എന്തെങ്കിലും അരിത്തമാറ്റിക് എക്സെപ്ഷൻ വല്ലതും കൊടുക്കാം. അപ്പൊ എറർ മാറി. ഇവിടെ ഓൾറെഡി ഈ ഒബ്ജക്റ്റ് ഈ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒബ്ജക്ട് നെയിം മാറ്റി കൊടുക്കാം. ഇപ്പൊ ഞാൻ E1 കൊടുത്തു. അപ്പൊ ഒരു ട്രൈക്കകത്ത് നെസ്റ്റഡ് ട്രൈ ക്യാച്ച് ബ്ലോക്ക് പറ്റും. അതുപോലെ തന്നെ ഒരു ക്യാച്ചിനകത്തും നെസ്റ്റഡ് ട്രൈ ക്യാച്ച് ബ്ലോക്ക് പറ്റും. മനസ്സിലായല്ലോ? ഇപ്പൊ ട്രൈ ക്യാച്ചിന്റെ ഡിഫറെന്റ് പോസിബിൾ കോമ്പിനേഷൻ മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് ഫൈനലി ബ്ലോക്ക് നോക്കാം. അപ്പൊ ഒരു ട്രൈ കഴിഞ്ഞു, ക്യാച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനലി എഴുതാം. ട്രൈക്കും ക്യാച്ചിനും ശേഷം നമുക്ക് ഫൈനലി എഴുതാം. ഇതൊരു പോസിബിൾ കോമ്പിനേഷൻ ആണ്. നെക്സ്റ്റ് നമുക്ക് ഈ ക്യാച്ച് ബ്ലോക്ക് അങ്ങ് കളയാം. എന്നിട്ട് നോക്കാം. അപ്പോഴേ എററൊന്നുമില്ല. ട്രൈക്ക് ശേഷവും നമുക്ക് ഫൈനലി എഴുതാം. ഫൈനലി നമുക്ക് ട്രൈ ക്യാച്ചിന് ശേഷം എഴുതാം, ട്രൈയുടെ കൂടെ മാത്രം വേണമെങ്കിലും എഴുതാം. അപ്പൊ ഇവിടെ ഈ ക്യാച്ച് എഴുതിയില്ലെങ്കിലത്തെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ എററൊന്നും വരുന്നില്ല, പ്രോഗ്രാം എക്സിക്യൂട്ട് ആവും, എല്ലാം പെർഫെക്റ്റ്ലി റൺ ആവും. പക്ഷെ ഏതെങ്കിലും ഒരു എക്സെപ്ഷൻ ഒക്കർ ചെയ്യുകയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യത്തില്ല. അത്രേ ഉള്ളൂ കുഴപ്പം. ഓക്കെ, അപ്പോ ട്രൈയുടെയും ഫൈനലിയുടെയും രണ്ട് കോമ്പിനേഷൻ മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ഫൈനലിക്കകത്ത് നമുക്ക് ട്രൈയും ക്യാച്ചും കൊടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ വരാം. ഇപ്പോ ഇവിടെ ഒരു ട്രൈ കൊടുത്തു. നെക്സ്റ്റ് ഇതിനകത്ത് ഒരു ക്യാച്ച് കൊടുക്കാൻ പറ്റുമോ നോക്കാം. എക്സെപ്ഷൻ ഇ കൊടുത്തു. നമുക്ക് ഫൈനലിക്കകത്തും ട്രൈയും ക്യാച്ചും കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറൊരു കോമ്പിനേഷൻ. ഇത് മനസ്സിലായല്ലോ, ഫൈനലിക്കകത്ത് ട്രൈ ക്യാച്ച് ബ്ലോക്ക് പറ്റും. ഇനി നമുക്ക് ട്രൈക്കും ഫൈനലിക്കും ശേഷം ക്യാച്ച് കൊടുക്കാവോ നോക്കാം. അപ്പൊ ഇവിടെ വന്നിട്ട് എക്സെപ്ഷൻ ഇ കൊടുത്തു. ഇപ്പൊ ക്യാച്ച് ബ്ലോക്ക് നമ്മൾ ഫൈനലിക്ക് ശേഷം എഴുതിയപ്പോ അത് എററാണ്. കാരണം എന്താ, ഒന്നുകിൽ നമ്മൾ ഈ ക്യാച്ച് ബ്ലോക്ക് കൊടുക്കാതിരിക്കുക, ഓക്കെ, അല്ലെങ്കിൽ ട്രൈയും ഫൈനലി മാത്രം എഴുതുക, അല്ലെങ്കിൽ ട്രൈക്ക് ശേഷം തന്നെ ഫൈനലി കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിടികിട്ടിയല്ലോ? ഇത് ഒരു പോസിബിൾ കോമ്പിനേഷൻ ആണ്. ഇനി നെക്സ്റ്റ് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. അതായത് ട്രൈക്ക് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു സിസ് ഔട്ട് കൊടുക്കുകയാണ്, ഹലോ അല്ലെ സിസ് ഔട്ട് അല്ല വേറെ എന്തെങ്കിലും കോഡ് എഴുതി, എന്നിട്ട് ക്യാച്ച് കൊടുത്താൽ എറർ വരുമെന്ന്. തീർച്ചയായും എറർ വരും. ട്രൈക്ക് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാച്ച് എഴുതുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാച്ച് കൊടുക്കണം, അല്ലാതെ ഇതിന്റെ ഇടയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നും വരാൻ പാടില്ല. മനസ്സിലായല്ലോ? അതും എററാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് പോസിബിൾ കോമ്പിനേഷൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ട്രൈയോ ക്യാച്ചോ ഫൈനലിയോ ഒറ്റയ്ക്കായിട്ട് പറ്റില്ല. പിന്നെ ട്രൈക്ക് ശേഷം ക്യാച്ച് ബ്ലോക്ക് അലൗഡ് ആണ്. അതുപോലെ ട്രൈക്ക് ശേഷം മൾട്ടിപ്പിൾ ക്യാച്ച് ബ്ലോക്ക് അലൗഡ് ആണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ചൈൽഡ് ക്ലാസ് എക്സെപ്ഷനെ ഫസ്റ്റ് ബ്ലോക്കിൽ വരാൻ പാടുള്ളൂ മൾട്ടിപ്പിൾ ക്യാച്ച് ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ക്യാച്ച് ബ്ലോക്കിനകത്ത് സെയിം ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ കൊടുക്കാൻ പാടില്ല. പിന്നെ ഒരു ട്രൈക്കകത്ത് വീണ്ടും ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് അലൗഡ് ആണ്. അതുപോലെ ഒരു ക്യാച്ചിനകത്ത് വീണ്ടും ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് അലൗഡ് ആണ്. പിന്നെ ഫൈനലി ബ്ലോക്കിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകിൽ ട്രൈ ക്യാച്ച് ഫൈനലി ആ ഒരു രീതിയിൽ പോവുക, അല്ലെങ്കിൽ ട്രൈയും ഫൈനലിയും മാത്രം എഴുതുക. ഓക്കെ, പിന്നെ ഫൈനലിക്കകത്ത് ട്രൈ ക്യാച്ച് ബ്ലോക്ക് പറ്റുമെന്ന്, ഫൈനലിക്കകത്തും ട്രൈ ക്യാച്ച് ബ്ലോക്ക് പറ്റും. പിന്നെ ട്രൈക്കും ഫൈനലിക്കും ശേഷം ക്യാച്ച് എഴുതാൻ പാടില്ല, അത് എററാണ്. മനസ്സിലായോ? പിന്നെ ഈ ട്രൈക്ക് ശേഷം എന്തെങ്കിലും കോഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാച്ച് എഴുതാൻ പാടില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ക്യാച്ച് എഴുതണം. ഓക്കെ, ഇത് മാറ്റുമ്പോൾ ഇവിടുത്തെ എറർ പോവും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ പോസിബിൾ കോമ്പിനേഷൻസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.